ഡൽഹിയിൽ ബി.ജെ.പിക്കെതിരെ കൈകോർക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് ബി.ജെ.പിയെ താഴെയിറക്കാൻ കൈവിറയ്ക്കുന്ന കാഴ്ച. അതെ, നാളെ തിങ്കളാഴ്ച കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ മറുഭാഗത്ത് ഇ.ഡി. ഓഫീസിലേക്ക് പിണറായി വിജയന്റെ മകൾ കയറിപ്പോകുന്നു. എന്താണ് നാളെ നടക്കാൻ പോകുന്നത്? കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയമാണ്. കാപ്പ കേസിൽ ബി.ജെ.പി കൗൺസിലർ സുഗതൻ ജയിലിലായതോടെയാണ് മേയർ വി രാജേഷിന് താഴെ ഇറക്കാൻ UDF അവിശ്വാസ പ്രമേയം എന്ന ആയുധമെടുത്തത്. പക്ഷേ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മേയറെ താഴെ ഇറക്കാൻ കഴിയില്ല. CPM-ന്റെ വോട്ട് കൂടി അതിന് വേണം. പുറത്തു കാണിക്കാൻ മുൻ മന്ത്രി വി ശിവൻകുട്ടിയും കക്ഷി നേതാവ് SP ദീപക്കും അവിശ്വാസത്തെ അനുകൂലിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട്. CPM-ഉം ഒരു വിമത കൗൺസിലറും കൂടി മനസ്സുവെച്ചാൽ ബി.ജെ.പി ഭരണം വീഴും. പക്ഷേ CPM അതിന് തയ്യാറാകുമോ? അവിടെയാണ് തിങ്കളാഴ്ച എന്ന ദിവസത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. നാളെ കോർപ്പറേഷനിൽ അവിശ്വാസം വോട്ടിനിടുമ്പോൾ അപ്പുറത്ത് ഇ.ഡി. ഓഫീസിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ. മാസപ്പടി കേസിൽ ഇ.ഡിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നേർക്ക് വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ ബി.ജെ.പിക്കെതിരെ CPM നീങ്ങാനാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണ് ആ ട്രാപ്പ് എന്ന് കൃത്യമായ കണക്കുകളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ബി.ജെ.പിയുടെ മേയറെ താഴെ ഇറക്കാൻ കോൺഗ്രസിന് മുന്നിലുള്ളത് ഒന്നല്ല, രണ്ട് വലിയ കടമ്പകളാണ്. 101 അംഗ കോർപ്പറേഷനിൽ ഒരു അവിശ്വാസ നോട്ടീസിന് സാധുത കിട്ടണമെങ്കിൽ 1/3 അംഗങ്ങൾ ഒപ്പിടണം. അതായത് കൃത്യം 34 പേർ. കോൺഗ്രസിന്റെ അംഗസംഖ്യ വെറും 20 ആണ്. LDF-നുള്ളത് 29. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. CPM ഒപ്പിടാതെ ഈ നോട്ടീസിന് കടലാസിന്റെ വില പോലുമില്ല. കോൺഗ്രസും CPM-ഉം ഒന്നിച്ച് പ്രമേയം കൊണ്ടുവന്നാൽ കേരളത്തിൽ കോൺഗ്രസ് CPM ഡീൽ എന്ന ഒരു ആക്ഷേപം ബി.ജെ.പി ഉയർത്തിയേക്കാം. ഇനി രണ്ടാമത്തെയും ഏറ്റവും അപകടകരവുമായ കടമ്പ ക്വാറം തികയ്ക്കൽ എന്നതാണ്. പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ കൗൺസിലിലെ പകുതിയിലധികം പേർ ഹാജരാകണം. അതായത് 51 അംഗങ്ങൾ സീറ്റിൽ ഉണ്ടാകണം. LDF-ഉം UDF-ഉം ഒരു സ്വതന്ത്രനും ചേർന്നാൽ ആകെയുള്ളത് 50 പേർ. മറുഭാഗത്ത് ജയിലിൽ കിടക്കുന്ന സുഗതനൊഴികെ ബി.ജെ.പിക്ക് ഒപ്പമുള്ളത് കൃത്യം 50 പേർ. ബി.ജെ.പിയുടെ 50 അംഗങ്ങളും കൗൺസിലിൽ കയറാതെ വിട്ടുനിന്നാൽ എന്താകും അവസ്ഥ? ഹാജർ ബുക്കിൽ വെറും 50 പേർ മാത്രം. ക്വാറം തികയില്ല, ചർച്ച നടക്കില്ല, വോട്ടിനിടാൻ പോലും കഴിയാതെ പ്രമേയം ടെക്നിക്കലായി ചവറ്റുകുട്ടയിലാകും. പക്ഷേ സംഘടനാപരമായി തങ്ങൾ തോറ്റു പിന്മാറി എന്ന പഴി കേൾക്കേണ്ടി വരും എന്നതിനാൽ ബി.ജെ.പി അതിന് മിനക്കെടാൻ സാധ്യതയില്ല. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ CPM അംഗീകരിക്കാതെ മാറി നിൽക്കുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഒരു അട്ടിമറിക്ക് CPM മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതം പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും നീളുമെന്ന് നേതൃത്വം ഭയക്കുന്നു. അത്തരമൊരു സംഭവം നടന്നാൽ അത് CPM-ന്റെ അടിത്തറ തന്നെ തകരുന്ന ഒന്നായി മാറും. നിലവിൽ ബി.ജെ.പി നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ അവിശ്വാസം ദയനീയമായി പരാജയപ്പെടും എന്ന ഉറപ്പിലാണ് ബി.ജെ.പി ജില്ലാ ഘടകം. ചുരുക്കത്തിൽ ഡൽഹിയിലെ ഇ.ഡി. ഓഫീസിലെ ഫയലുകളാണോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ കസേരയെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്നത്. ദേശീയ തലത്തിൽ ബി.ജെ.പി എതിർക്കുന്ന CPM കേരളത്തിൽ ബി.ജെ.പിയുടെ രക്ഷകരാകുമോ? അതോ അവിശ്വാസം പാസാക്കി കോൺഗ്രസ് കരുത്ത് കാട്ടുമോ? നാളെ അറിയാം ആ പൊളിറ്റിക്കൽ ക്ലൈമാക്സ്.